എടാ ദൃശ്യ, ദൃശ്യ, ഇവിടെ കേൾക്കുന്നില്ല. അല്ലെങ്കിൽ ഫുൾ ടൈം ഹെഡ്സെറ്റ് വെച്ചു എനിക്ക് വിളിച്ചാലും കേൾക്കത്തില്ല. അല്ലെങ്കിലും ഇപ്പൊ കുറച്ചായിട്ട് അങ്ങനെ വിളിച്ചാൽ കേൾക്കത്തേ ഇല്ല. എടാ നീ കേൾക്കുന്നുണ്ടോ? എന്താടാ പറഞ്ഞു. നീ ആ ഹെഡ്സെറ്റ് ഒന്നും വരും അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നൊന്നും കേൾക്കത്തില്ലല്ലോ. എന്തിനാ വിളിച്ചേ? അല്ല, നീ മറ്റേ അസൈൻമെന്റ് വെച്ചായിരുന്നു? ആ, ഞാൻ വെച്ചു. വെച്ചാ? ആ. ആ, ശരി, ഓക്കെ. എടി അവള് വെച്ചെന്ന്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. സാധാരണ അവള് നമ്മളോട് പറയാതെ വെക്കില്ലല്ലോ. എടി എന്താണെന്നറിയില്ല, അപ്പൊ നല്ല മാറ്റമുണ്ട്. പഴയ പോലെ നമ്മുടെ അടുത്ത് ഒരു കാര്യം ചോദിച്ചു വരാറൊന്നുമില്ല. പിന്നെ ഇത്തവണ ഉത്സവം കിട്ടില്ലോ ആയിരുന്നു കേട്ടോ. പണ്ടത്തെ പോലെ ഒന്നുമല്ല, അപ്പൊ ഭയങ്കര അടിപൊളിയാ. എന്റെ പോയി വെട്ടിക്കടക്കം കാണാൻ ഭയങ്കര അടിപൊളിയായിരുന്നു. ഇവിടെ വരാൻ പറഞ്ഞല്ലോ, നീ വന്നില്ലല്ലോ. എടി ആ സമയത്ത് കറക്റ്റ് വീട്ടിലൊരു പ്രോഗ്രാം വന്നോണ്ടല്ലേ. എന്തോ ചെയ്യാനാ. നെക്സ്റ്റ് ഞാൻ എന്തായാലും വരുന്നുണ്ട്. നെക്സ്റ്റ് ടൈം എന്തായാലും മറക്കാതെ വാ. അമ്മ എന്തായാലും പ്രത്യേകം തന്നെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എടാ സത്യം കേട്ടോ, ഇത്തവണ ഉത്സവം എല്ലായിടത്തും ഭയങ്കര അടിപൊളിയായിരുന്നു. ഞങ്ങളുടെ അവിടെ ഭയങ്കര കിടിലായിരുന്നു പരിപാടി. പ്രീതി, എനിക്ക് ഓഫീസിൽ പോയി ഒരു സൈൻ വാങ്ങാനുണ്ട് പ്രിൻസിപ്പളിന്റെ. ഇന്നും കൂടെ ചെന്നില്ല റെക്കോർഡിങ് സൈൻ കിട്ടുന്നത്. ഞാൻ പോയി വാങ്ങിയിട്ട് വരാം. എടി ഇത് കണ്ടോ, മറ്റേ രശ്മിക കല്യാണത്തിനിട്ട സാരി. നല്ല രസമുണ്ടല്ലേ. മുടി കിടില ലുക്ക്. ആ കാണുമ്പോൾ തന്നെ റോയൽ ഫീൽ ഉണ്ടല്ലേ. ചോക്കറൊക്കെ എന്ത് കിടിലോ നോക്ക്. എനിക്ക് പക്ഷെ കുറച്ചും ഇഷ്ടപ്പെട്ടത് വിജയ് ദേവർകൊണ്ടയുടെ ഓർണമെന്റ് ആണോ. അതാണ് ഹൈലൈറ്റ്. ശരിയാ, ഞാനും കണ്ടിരുന്നു. ജ്വല്ലറി ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ട് അവർ സെലക്ട് ചെയ്തിരിക്കുന്നല്ലേ. രസമുണ്ട്. എടി ആക്ക് ഫീൽ ആയെന്ന് തോന്നുന്നു. ഫീൽ ആയപ്പോ നമുക്കെന്താ, നീ അതൊന്നും മൈൻഡ് ആക്കുന്നില്ല.